ഹായ് വെൽക്കം ടു ചാനൽ ഷഫ്നാജ്. മരണം 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 ഇപ്പോൾ മീഡിയകൾ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ടി വി വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് കംപ്ലീറ്റ് വാക്സിൻ എടുത്ത ആളുകൾ വളരെ അപകട മേഖലയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മീഡിയകളും സോഷ്യൽ മീഡിയകളൊക്കെ തന്നെ പറയുന്നത്. അപകട മേഖലയിലാണ്, വി ആർ ഇൻ ഡേഞ്ചർ സോൺ. എന്താണ് സത്യാവസ്ഥ? എന്താണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ചെയ്യേണ്ടത്? ഈ വാക്സിൻ എടുത്ത ആളുകൾ എന്താണ് ചെയ്യേണ്ടത്? അബൌവ് 90% ആളുകൾ എല്ലാവരും കോവിഷീൽഡ്, കോവാക്സിൻ അല്ലെങ്കിൽ മറ്റ് വാക്സിനുകൾ അടിച്ചവരാണ്. അപ്പൊ അവർക്കെല്ലാവർക്കും അതിന്റെ ഭീതികൾ ഉണ്ടാവും. ഞാനും ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ അടിച്ചുപോയില്ലേ? ഞാൻ 3 വാക്സിൻ എടുത്ത ആളാണ്. നമ്മൾ അടിച്ചുപോയി. ഇപ്പോൾ ഇത്രത്തോളം ഭീതി പരത്തേണ്ട കാര്യം ഇതിനുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എത്രത്തോളം ഭീതി പരത്തേണ്ട കാര്യം ഇതിനുണ്ടോ? ഒരുപാട് യൂട്യൂബുകൾ കാര്യങ്ങളൊക്കെ ഒരുപാട് ഡോക്ടേഴ്സിന്റെ സജഷൻസ് ഒക്കെ നോക്കി. അപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞത് മറ്റൊന്നല്ല. എന്താണ് കോവിഷീൽഡ് എടുത്ത്, അതായത് ഇപ്പോൾ കോവിഷീൽഡിന്റെ കമ്പനി 51 പേരുടെ കേസ് പ്രകാരം 51 പേരാണ് ലണ്ടനിൽ ഇത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അവരുടെ കേസ് മുഖാന്തരമാണ് ഈ ഒരു കമ്പനി കേസിന് പോയിട്ടുള്ളതും അവിടുത്തെ പരീക്ഷണവും കാര്യങ്ങളൊക്കെ അതിനോടനുബന്ധിച്ചാണ് നമ്മുടെ മീഡിയകൾ ഇന്ന് ഇവിടെ ഈ കോവിഷീൽഡ് എടുത്ത ആളുകൾക്ക് ഇതിന്റെ പാർശ്വഫലങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുള്ള അതീവ ഗുരുതരമായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. നമ്മൾ പാവപ്പെട്ട ജനങ്ങൾ, നമ്മൾ 3 വാക്സിൻ അടിച്ച ആളുകളുണ്ട്, 2 വാക്സിൻ അടിച്ച ആളുകളുണ്ട്, 1 വാക്സിൻ അടിച്ച ആളുകളുണ്ട്, ഒക്കെ തന്നെയുണ്ട്. ഇതടിച്ചു കഴിഞ്ഞാൽ ഭാവിയിലേക്ക് നമുക്ക് ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ വരുമെന്നാണ് കമ്പനി പറയുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് പരിശോധിച്ച് നോക്കാം. ഈ ഒരു കോവിഷീൽഡ് വാക്സിൻ അടിച്ച ആളുകൾ, കോവാക്സിൻ വാക്സിൻ അടിച്ച ആളുകൾക്ക് ഇതൊരു വളരെ മൈന്യൂട്ടായിട്ടുള്ള ആളുകൾക്ക് മാത്രം ഇതിന്റെ പാർശ്വഫലങ്ങൾ ഉണ്ടാവും എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. നമ്മൾ മീഡിയകളും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കാം. മീഡിയകളൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് മുമ്പോട്ട് ജീവിക്കണ്ടേ? അല്ലാതെ നമുക്ക് മീഡിയകൾക്ക് ഒരു ഫാസിനേഷന് വേണ്ടിയിട്ട്, അവർക്കൊരു വാർത്തകൾക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കിടന്ന് ചുട്ടുപൊള്ളേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ചൂട് കാര്യങ്ങൾ സഹിക്കാൻ പറ്റുന്നത്, അതിൻ്റെ ഉള്ളിൽ കൂടി ഈ ഒരു സംഭവം കൂടി നമുക്ക് കേൾക്കാൻ കഴിയില്ല. അപ്പോ ഈ ഒരു വാക്സിൻ അടിച്ചതിന് ശേഷം 4 to 42 ദിവസത്തിന്റെ ഉള്ളിൽ ആണ് ഇത്ര മൈന്യൂട്ടായിട്ട്, അതായത് ആ 10,000 പേരിൽ ഒരാൾക്ക് എന്നുള്ള ഒരു റേഷ്യോയിലാണ്, അതും 4 to 42 ദിവസത്തിന്റെ ഇടയിൽ ഇതിന്റെ ഒരു സൈഡ് എഫക്ട്സ് ഉണ്ടാകാം എന്നാണ് പറയുന്നത് കമ്പനി. പിന്നെ എന്താണ് മാധ്യമങ്ങൾ ഈ പറയുന്നത്? എല്ലാവർക്കും സൈഡ് എഫക്ട്സ് ഉണ്ടാകുമെന്ന്. തീർത്തും ഒരു വളരെ ബാഡ് ആയിട്ടുള്ളൊരു സംഭവമാണെന്നേ എനിക്കിത് പറയാനുള്ളൂ. കാരണം കേരളത്തിൽ ഇങ്ങനെ, അല്ലെങ്കിൽ ഈ നാട്ടിൽ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഇങ്ങനെയൊരു വാർത്ത പറഞ്ഞ് പരത്തി വെറുതെ പാവങ്ങളായിട്ടുള്ള ജനങ്ങളെ വെറുതെ ഭീതി പിടിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെ ഇതിലില്ല. അവർക്ക് ഒരു ഫാസിനേഷന് വേണ്ടിയിട്ട് അവർക്കൊരു ന്യൂസ് വേണമെങ്കിൽ, ഹെഡ്ലൈൻ ന്യൂസ് വേണമെങ്കിൽ മറ്റു ചിലത് പിടിക്കുക, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ പാനിക്കാവില്ലേ? തീർച്ചയായിട്ടും പാനിക്കാവും. അപ്പോൾ ഞാൻ ഇത് കേട്ടത് ഉടനടി ഒരുപാട് തെരഞ്ഞിട്ടാണ് ഈ ഒരു സംഭവങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരുപാട് ഡോക്ടേഴ്സിനോട് സജഷൻ ചോദിച്ചു. ഡോക്ടേഴ്സിന്റെ കാര്യത്തിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള ഇതൊക്കെ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് ഈ വാക്സിൻ അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവും. അതും വളരെ മൈന്യൂട്ടായിട്ടുള്ള ആളുകൾക്ക് ഈ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാകും. അതിനോടനുബന്ധിച്ച് പ്ലേറ്റ്ലെറ്റ്സിന്റെ കൗണ്ട് കുറയും. അതുപോലെ തന്നെ ഈ അലർജിക് റിയാക്ഷൻ മൂലം നമ്മുടെ വെയിൻസിൽ അല്ലെങ്കിൽ ആർട്ടറീസിൽ ഈ ബ്ലഡ് ക്ലോട്ട് ആവും. ഈ ബ്ലഡ് ക്ലോട്ട് ആവുന്നത് തന്മൂലം നമുക്ക് ഹാർട്ടിലും സ്ട്രോക്കും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. വളരെ മൈന്യൂട്ടാണത്. അതും 4 to 42 ഡേയ്സിന്റെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യമാണ്. അല്ലാതെ ഫ്യൂച്ചറിൽ 2, 3, 4, 10 കൊല്ലം കഴിഞ്ഞിട്ട് സംഭവിക്കുന്ന കാര്യമല്ല ഇത്. അപ്പൊ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ വെറുതെ പാനിക്കാക്കി നമ്മുടെ മാധ്യമങ്ങൾക്ക് വേണ്ടത് ന്യൂസാണ് വെറും ഹോട്ട് ന്യൂസ്. അത് നമ്മൾ കേട്ടിട്ട് ഒരുപാട് പാനിക് ആവാതെ അതിന്റെ വാസ്തവം അന്വേഷിച്ച് പിടിച്ച്, നമ്മുടെ ഒരു ശാസ്ത്രജ്ഞൻ
നമ്മുടെ ഒരു പത്മഭൂഷൺ ഈ കുറച്ച് മുമ്പ് കൊടുത്ത രാജ്യം കൊടുത്ത് ആദരിച്ചൊരു ശാസ്ത്രജ്ഞൻ രാജ്യദ്രോഹിയാന്ന് പറഞ്ഞ ആളുകളാണ് ഈ മീഡിയാസ്. അപ്പൊ അതുകൊണ്ട് മീഡിയയെ ദയവ് ചെയ്ത് മീഡിയ പറയുന്നത് അങ്ങോട്ട് സ്വയം വിഴുങ്ങി, ഒരുപാട് വിഴുങ്ങി. നമ്മൾ വെറുതെ പാനിക് ആവേണ്ട ആവശ്യമില്ല. അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുക. ഈ ഒരു കോവിഷീൽഡ് അല്ലെങ്കിൽ ഇത് ഒരുപാട് നമുക്കറിയില്ല, പക്ഷെ നമ്മൾ അടിച്ചുപോയില്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്? ഒരുപാട് ആളുകൾ ഇത് അടിച്ചുപോയി, അല്ലെങ്കിൽ 3, 4, 3, 2 ഡോസൊക്കെ അടിച്ച ആളുകളുണ്ട്. ഏതായാലും അടിച്ചുപോയി. ഇനി വെറുതെ പാനിക് ആവാതെ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി മുമ്പോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അല്ലാതെ നമ്മൾ വെറുതെ പാനിക് ആയിട്ടിരിക്കേണ്ട ഒരാവശ്യം തന്നെ ഈ ഒരു കാര്യത്തിൽ ഇല്ല.